ഗസയിലെ വെടിനിർത്തലിൽ ഇസ്രയേലിനെതിരെ കടുത്ത നിലപാടുമായി അമേരിക്ക. ഗസയിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കൻ നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഇസ്രയേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുകയാണ് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഇസ്രയേലിനെ ആയുധമണിയിക്കുന്നതും ഇസ്രയേലിന് അന്താരാഷ്ട്ര പിന്തുണ നൽകുന്നതും അമേരിക്കയാണെന്നിരിക്കെ ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് ലോകം എത്രമാത്രം പ്രാധാന്യം കൊടുക്കും, വില കൊടുക്കും? ഗുഡ് മോർണിംഗ് SK. അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റും എത്തിയിരിക്കുകയാണ്. ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പ്രത്യേകിച്ച് ഈ വേൾഡ് സെൻട്രൽ കിച്ചൺ പ്രവർത്തകർ കൊല്ലപ്പെട്ടതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും അതുപോലെ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കിടയിൽ നിന്നുമൊക്കെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കണമെന്ന് വരെ ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ബൈഡനും നെതന്യാഹുവും തമ്മിൽ ഇന്ന് അരമണിക്കൂർ നീണ്ട ഈ ടെലിഫോൺ ചർച്ച നടന്നത്. ഗസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണം, അതുപോലെ ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെ വിട്ടുകിട്ടുവാനുള്ള കരാറിലൊക്കെ തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയായിരുന്നു ബൈഡൻ ഇന്ന്. മാനുഷിക ദുരിതങ്ങൾ കുറയ്ക്കുവാനും അതുപോലെ ഗസയിൽ സഹായം എത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കൃത്യമായ പ്ലാനുകൾ ഉടൻ പ്രഖ്യാപിക്കണം, അതുമാത്രമല്ല അത് നടപ്പിലാക്കണമെന്നാണ് ബൈഡൻ നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്. ഗസയിലെ ഈ പൗരന്മാരുടെ ജീവന് അവരുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള ഇപ്പോഴത്തെ നയം പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ബൈഡൻ ഒരു ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് വൈറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജീവിതകാലം മുഴുവൻ ഇസ്രായേലിനെ പിന്തുണച്ച ഒരു നേതാവെന്ന നിലയിൽ ആയിരുന്നു ബൈഡൻ അറിയപ്പെട്ടത്. എന്നാൽ ബൈഡന്റെ സ്വരം മാറിയത് ആ അർത്ഥത്തിൽ ഇസ്രായേൽ ഉൾക്കൊള്ളുമെന്നുള്ള ഒരു പ്രതീക്ഷയും വൈറ്റ് ഹൗസ് വെച്ചു പുലർത്തുന്നുണ്ട്. ഇസ്രായേലിനുള്ള ആയുധ സഹായം ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ നയങ്ങൾ ഇന്ന് നടന്ന ഈ ചർച്ചകളുടെ ഫലം അനുസരിച്ചായിരിക്കുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. വരും മണിക്കൂറിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ ഇസ്രായേലിൽ നിന്നുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൗസ് സ്പോക്ക് പേഴ്സൺ ജോൺ ഓഫ് കിർബിയും ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. SK. താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് നമുക്കൊപ്പം ചേർന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ ഇത് അയക്കുന്നുണ്ട്. മകേഷ് പറയുന്നു, ന്യൂസൊക്കെ അയച്ചു തന്നാൽ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. ന്യൂസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് അതാത് ജില്ലയിലെ റിപ്പോർട്ടറോട് നമ്മൾ വെരിഫൈ ചെയ്യും. ഈ വാർത്തയിൽ സത്യസന്ധമായ വാർത്തകളാണെന്ന് കണ്ടാൽ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ. വാർത്തകൾ അയച്ചു തന്നാൽ കൊടുക്കാൻ പറ്റുമെന്നാണ് മകേഷിൻ്റെ ചോദ്യം. കൊടുക്കാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം.